നമ്മൾ ഒരുപാട് കാലമായി കണ്ടിട്ട്. നമ്മൾ പോകുന്നതിന് മുമ്പ് BTC അങ്ങ് ഇറങ്ങി താഴെ നിൽക്കാറുണ്ട്. ഇപ്പം എല്ലാ ദിവസവും ഹയസ്റ്റ് ആണ്. കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു 65 എന്ന് തുടങ്ങിയതാണ്. ഇപ്പം ഏകദേശം ഒരു 90 ഇന്ന് ടച്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എത്രത്തോളമാണ് ഇന്ന് പോകുന്നത്. ഈ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ നമ്മൾ ഹണ്ട് ചെയ്യുക അല്ലെങ്കിൽ ഹണ്ട് ചെയ്യപ്പെടും. അതിനെ ടെക്നോളജി ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് അഡോപ്ഷൻ ക്രിപ്റ്റോയിൽ വന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും എന്ത് ചെയ്യുക, ടെക്നോളജി നമ്മൾ അഡാപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ടെക്നോളജി നമ്മൾ അഡാപ്റ്റ് ചെയ്യുക. എന്തായാലും സംഭവിക്കും. പക്ഷേ നമ്മൾ അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള റിസൾട്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും. സോ ഇത് കൂടാതെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ബൈനാൻസിൽ ഒരു P2P ചെയ്തിട്ടുണ്ടായിരുന്നു. ആ P2P ചെയ്ത ഒരു ട്രാൻസാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ നമ്മൾ റൺ ചെയ്യുന്ന ഡിജിറ്റൽ റുപ്പി വഴിയാണ് ഈ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെക്കോർഡ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു. അതിലൂടെ നമുക്ക് P2P മാത്രമല്ല ഇന്ന് UPI ട്രാൻസാക്ഷൻ എല്ലാം നടക്കുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഓൾറെഡി നമ്മുടെ ഇന്ത്യയുടെ തന്നെ യൂറോപ്പിയായ ഡിജിറ്റൽ കറൻസി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ പല ആൾക്കാർക്കും ഇന്ന് പോലും ഈ ഒരു ഡീറ്റെയിൽസ് അറിയില്ല. സോ നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇതിന് നിങ്ങൾ മറക്കാതെ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തായാലും നമ്മൾ ടെക്നോളജി നമ്മൾ അഡാപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ടെക്നോളജിയെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുക. നമ്മൾ അഡാപ്റ്റ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം, പ്രോഫിറ്റ് എടുക്കാനും പറ്റും. നോർമലി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു BTC വാങ്ങിക്കണമെങ്കിൽ ഏകദേശം 85 ലക്ഷമോളം അല്ലെങ്കിൽ 75 ലക്ഷം രൂപയോളം ചിലവാക്കണം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. സോ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഡിസിഷൻ എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുക. താങ്ക് യു. ഐഡിയസ്. അപ്പം നമ്മൾ ഈ റുപ്പി എങ്ങനെയാണ്, ഫങ്ഷൻസ് എങ്ങനെയാണ്, അത് റൺ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കുകയാണ്. സോ നമ്മൾ ജസ്റ്റ് നോക്കഴിച്ചു. ഈ റുപ്പി ട്രാൻസാക്ഷൻ നോക്കുകയാണ്. ഇത് കാനറ ബാങ്കിൻ്റെ റുപ്പി ആപ്ലിക്കേഷൻസ് ആണ്. ഡിജിറ്റൽ റുപ്പി കാനറ ബാങ്ക്. നിങ്ങൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും നിങ്ങൾക്കിത് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളത് ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്തായിരുന്നു. ഇതിൻ്റെ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞതാണ്. സോ നമ്മളത് ഓപ്പൺ ചെയ്തു. വല്ല ട്രാൻസാക്ഷൻ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ കാണിക്കും. ജസ്റ്റ് ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ള ഫങ്ഷൻസും നോക്കാം. ഓക്കെ, ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരിക. നമ്മൾ ആദ്യം മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് ബാലൻസ് കാണിക്കുന്നുണ്ട്. കറണ്ട് ബാലൻസ് 3 രൂപയാണ് കാണിക്കുന്നത്. വ്യൂ വാലറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വ്യൂ വാലറ്റ് ക്ലിക്ക് ചെയ്യാണ്. വ്യൂ വാലറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് 2 രൂപയുടെ നമ്മുടെ ഡിജിറ്റൽ റുപ്പി കാണിക്കുന്നുണ്ട്. സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 രൂപയുടെ കോയിൻസും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ബാലൻസിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. കറണ്ട് പേ, അതുപോലെ തന്നെ സ്കാനർ കാണിക്കുന്നു. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് വന്നു. ഇനി ഇവിടെ നമുക്ക് സെൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്യാഷ് സെൻഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻസ് അവിടെ കാണിക്കുന്നുണ്ട്. കളക്ഷൻസ് നമുക്ക് ഇങ്ങോട്ട് റിസീവ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. നമ്മുടെ വാലറ്റിലുള്ളത്. ഓക്കെ, ലോഡ് കാണിക്കുന്നുണ്ട്. ലോഡ് കാണിച്ചാൽ നമുക്ക് ഇതിലെ ക്യാഷ് ആഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇവിടെ 5 റുപ്പീസ് ഞാൻ ഡിജിറ്റലി ആഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്താ ലോഡ് 5 റുപ്പീസ് കൊടുത്തു. സോറി, ഇവിടെ ടൈപ്പ് ചെയ്യാനുണ്ട് നമ്മൾ. അപ്പോൾ ജസ്റ്റ് ഇവിടെ നമ്മൾ എത്രയാണോ കൊടുക്കുന്നത് അതവിടെ കൊടുക്കാം. 5 ഞാൻ കൊടുത്തു. .0 കൊടുത്തു. 5 കൊടുത്തു. ഡൺ കൊടുത്തു. ഓക്കെ, ലോഡ് കൊടുത്തു. ലോഡ് കൊടുത്തപ്പം ഏത് അക്കൗണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് നോക്കിയാണ് ഞാൻ എൻ്റെ കാനറ ബാങ്കായിട്ട് കണക്ട് ചെയ്തത്. അതല്ലെങ്കിൽ വേറെ ഏത് UPI നിന്നും നമുക്കിതിലേക്ക് പേയ്മെൻറ്റ് കൊണ്ടുവരാം. കൺഫേം കൊടുത്തു. കൺഫേം കൊടുത്തിട്ട് ഡിജിറ്റൽ റുപ്പി കൊടുത്തു. നല്ലൊരു സൗണ്ടോട് നമുക്ക് കോയിൻസ് വീഴുന്ന ഒരു ഫീലോടെ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ കോയിൻസ് ആഡ് ആയിട്ടുണ്ട്. മെസ്സേജ് വന്നു. ഇവിടെ ബാലൻസ് ഇപ്പോൾ കറൻറ്റ്ലി 8 റുപ്പീസ് കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് എൻ്റെ പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ QR കോഡാണ്. ഓക്കെ, ഹോമിലേക്ക് വന്നു. ലോഡ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു. അതിൽ വീണ്ടും നമ്മൾ കറണ്ട് ബാലൻസ് ചെക്ക് ചെയ്തപ്പം 8 രൂപയായിട്ടുണ്ടായിരുന്നു. നേരത്തെ ബാലൻസ് നമുക്ക് 3 ആയിരുന്നു. നമ്മൾ വീണ്ടും എടുത്ത് നോക്കിയപ്പം 2 രൂപയുടെ നോട്ട്, 5 രൂപയുടെ നോട്ട് പ്ലസ് 1 രൂപയുടെ കോയിൻസ് നമുക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, വീണ്ടും ബാക്ക് സ്പേസ് വന്നു. റെഡിയുമുണ്ട്. ഇതിൽ ഞാൻ മുമ്പ് നടത്തിയൊരു ട്രാൻസാക്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ ട്രാൻസാക്ഷൻ ഒന്ന് വ്യൂ ചെയ്യുന്നുണ്ട്. വീണ്ടും നമുക്ക് അവർക്ക് സെൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇതിൽ ഏതാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടത്. ബാക്കി ഒരു ട്രാൻസാക്ഷനെ ഫോർമയിലേക്ക് നമ്മൾ ചെയ്തോളൂ. ബാക്കിയൊക്കെ നമ്മൾ റിസീവ് ചെയ്യാൻ നമ്മൾ ഗൂഗിൾ പേ ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ മാത്രം അവിടെ ചെയ്ത്. ഓക്കെ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ്റെ ഞാൻ കാണിച്ചു. റീഫ്രഷ് ഹിസ്റ്ററി നോക്കാം. നമുക്ക് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത ഒരു 5 റുപ്പീസ് ഇവിടെ കാണിക്കുന്നുണ്ട്.
അതിൽ ഡേറ്റും ടൈമൊക്കെ കാണിക്കുന്നുണ്ട്. അതിന് മുമ്പത്തെ ട്രാൻസാക്ഷൻ, അതിന് മുമ്പ് നമുക്ക് ലോഡിങ് സക്സസ്ഫുള്ളി ലോഡ് ചെയ്തതാണ്. ഇത് നമ്മൾ ഫണ്ട് ലോഡ് ചെയ്തതാണ്. ഇതാണ് പേ ടു, നമ്മളൊരു ERP ട്രാൻസാക്ഷൻ പേ ചെയ്തതാണ്. ഒരു 3000 റുപ്പീസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ലോഡ് ചെയ്ത ഒരു എമൗണ്ട് ടൈം കാണിക്കുന്നുണ്ട്. അതുപോലെ 2024 11/12 നമ്മൾ ലോഡ് ചെയ്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് ലോഡിങ്ങിലൂടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഹോമിലേക്ക് വന്ന് പ്രൊഫൈൽ നമുക്ക് ചെക്ക് ചെയ്യാം. പ്രൊഫൈലിൽ ഇതൊക്കെ നോക്കിയതാണ്. റെഡ്യൂമെൻ്റോടെ ഫണ്ട്സ് ഇതൊക്കെയാണ് നമുക്ക് നമ്മളുടെ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാലൻസ് വാലറ്റിലുള്ളത്. സോ ഇത്രയും ഫങ്ഷൻസാണ് വരുന്നത്. ERP ഡിജിറ്റൽ റുപ്പീസ് നമുക്ക് എല്ലാവർക്കും ഇത് ലോഗിൻ ചെയ്ത് വെരിഫൈ ചെയ്ത് സെറ്റ് ചെയ്ത് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാവുന്നതാണ്. പക്ഷേ ആരും നിലവിൽ ഇത് ഉപയോഗിക്കുന്ന പോലുമില്ല. വളരെ കുറച്ച് മെമ്പേഴ്സ് മാത്രം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു ലോഡിങ് കൂടെ നമുക്ക് നോക്കാം. ജസ്റ്റ് ലോഡ് എടുത്തു, നമുക്കൊരു 50 രൂപ ലോഡ് ചെയ്ത് നോക്കാം. 100 രൂപ ലോഡ് ചെയ്യാം. നമ്മൾ മേലയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു 100 റുപ്പീസ്, ഡൺ കൊടുത്തു. ലോഡ് ഡിജിറ്റൽ ഏത് അക്കൗണ്ടാണെന്ന് കൊടുത്തു, കൺഫർമേഷൻ കൊടുത്തു, ലോഡ് റുപ്പീസ് കൊടുത്തു. അതിവിടെ ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ബാലൻസ് 108 ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ.